നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് മാഷാകപ്പാടെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. കാരണം വേദയെക്കുറിച്ചൊരു വിവരമില്ല, വിക്രത്തെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. പിന്നീട് കമല അങ്ങോട്ടേക്ക് വരുവാണ്. കമല വന്നിട്ട് പറഞ്ഞു, മാഷെ ഇനി എന്ത് ചെയ്യും? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, എവിടെ പോയി എന്ത് ചെയ്യുന്ന ആർക്കറിയാന്ന് പറയണം. ഇനി വല്ല അപകടം സംഭവിച്ചോ? അതൊക്കെയാണ് മാഷിന്റെ മനസ്സിലെ ചിന്ത. അതുപോലെ തന്നെ വേദയെക്കുറിച്ച് ഓർത്തിട്ട് അതും ടെൻഷന്. ഈ സമയത്ത് നീ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? വേദ വീട്ടിലേക്കും ചെന്നിട്ടില്ല. ഒരു പക്ഷേ വിക്രത്തിന് വല്ല അറിവുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ വിക്രത്തിനെ കുറിച്ചൊരു വിവരമില്ലല്ലോ. അതൊക്കെ ഓർത്തിട്ട് മാഷിന്റെ കമലയുടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേരും വരാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. പിന്നീട് വിനായകനോട് എന്നിട്ട് പറഞ്ഞു, വിനയേട്ടാ എനിക്കെന്താളും സന്തോഷം, അവൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. വിക്രം വന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ ഒരു കാരണവശാലും വരില്ലായിരുന്നു. വാസവന്റെ ഗുണ്ടകൾ എങ്ങാനും പിടിച്ചോണ്ട് പോയി അവളെ തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ ചോദിച്ചു, നീ എന്ത് വർത്താനടി പറയണേന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാവോ നന്ദിനി എന്ന് ചോദിക്കുക. നന്ദിനി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് വിഷം ഉണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, അത് പിന്നെ പെട്ടെന്നുള്ള ആവേശത്തിൽ ഇങ്ങനെയൊക്കെയാണോ പറയണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമല്ലേലും വിക്രത്തിന്റെ ഭാര്യയല്ലേ അവിടെ നിൽക്കും, എനിക്ക് അവിടെ ഈ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മേലാലിനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ചീത്ത പറയാണ്. ഈ സമയത്ത് വേദയും വിക്രവും കൂടെ കാടിനകത്തായിരുന്നു. ഏറ്റവും ഒരു വലിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുകളിലേക്കാണ് വേദയും കൊണ്ട് വിക്രം കയറുന്നത്. കാരണം താഴെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ തീയൊക്കെ കൂട്ടിയിടുവാണെങ്കിൽ രാത്രി മൃഗങ്ങളൊന്നും അതിങ്ങനെ അടുത്തേക്കൊന്നും വരത്തില്ല. അതൊക്കെ വിക്രത്തിന് അറിയാവുന്ന കാര്യമായിരുന്നു. അതുപോലെ തന്നെ വേദയ്ക്ക് നന്നായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. 2 ദിവസമായി ആഹാരം നേരെ കഴിച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേദ വിക്രത്തോട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണം. വിക്രം പറഞ്ഞു, അതിനല്ലേ ഞാനൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്ന ചോദിക്കുകയാണ്. മാർഗോ? ഈ മീൻ പിടിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാന്ന് ഓർത്തോണ്ടാ? അല്ലെ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് രാത്രിയോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടാഭിലാഷം കൂട്ടരും കാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ രാത്രിയിൽ അവിടെ വന്നിട്ട് കാര്യമില്ല. കാരണം വല്ല വന്യമൃഗങ്ങളുടെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ജീവൻ പോലും തിരികെ കിട്ടില്ല എന്നും മനസ്സിലായി. അങ്ങനെ അവന്മാർ തിരികെ പോവാണ്. തിരികെ പോയി കഴിഞ്ഞിട്ട് വാസവനോട് ഈ കാര്യം പറയണമല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഗുണ്ടാഭിലാഷും കൂട്ടരും വാസവനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ വാസവൻ ചോദിച്ചു, എന്താടാ കാര്യങ്ങളൊക്കെ? അവൻ വന്നോ? ആ വിക്രം വന്നോ എന്നൊക്കെ ചോദിക്കണം. വന്നു കഴിഞ്ഞാൽ 2 എണ്ണത്തിനെ കഥ അങ്ങോട്ട് കഴിച്ചേക്കണം എന്ന് പറയണം. പിന്നീടാണ് അഭിലാഷ് ആ കാര്യങ്ങളൊക്കെ പറയണേ. അത് പിന്നെ മുതലാളി വേറൊന്നുമല്ല, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അവൻ അവളെ രക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു അഭിലാഷിൻ്റെ. എന്നിട്ട് പറഞ്ഞു, നീ എന്താടാ പറഞ്ഞേ? അവർ രണ്ടും രക്ഷപ്പെട്ടെന്നോ? അത് പിന്നെ അതങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നേരം പുലരുമ്പോൾ 2 എണ്ണത്തിൻ്റെ എൻ്റെ കൈ കിട്ടിയിരിക്കണം, അറിയാലോ. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ആർക്കും ആദ്യം ഞാൻ തീർക്കാനായിട്ട് പോകണമെന്ന് പറയാം. നീയൊക്കെ എന്തെടുത്തോണ്ടിരിക്കുവായിരുന്നടാ അവർ രക്ഷപ്പെടുമ്പോഴെന്ന് ചോദിക്കുക. അത് പിന്നെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ചാടി പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. പ്രതീക്ഷിച്ചില്ല പോലും, ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണമായിരുന്നു ഇരിക്കാനായിട്ട്. പിന്നെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? മദ്യവെച്ച് ലക്ക് കേട്ട് അവിടെ ഇരുന്ന് കാണുമായിരിക്കും. വെറുതെ അല്ല നിന്നെയൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറയണം. നീയൊക്കെ പറയുന്ന പൈസ എണ്ണി തന്നിട്ടാ ഞാനിവിടെ നിന്നെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. പിന്നെ ഒരു കാര്യം, ഇന്നൊരു രാത്രിയും കൂടെ തരും. നാളെ എനിക്ക് അവരെ കിട്ടിയിരിക്കണമെന്ന് പറയണം. നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവരെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണമെന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? വാസവൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഗുണ്ടാഭിലാഷനും എന്ത് ചെയ്യണം നടത്തില്ല. കാരണം പാതിരാത്രി പോയി തിരയാനും പറ്റില്ല. പക്ഷെ ഇനിയിപ്പോൾ തിരയാതെ എന്നിട്ട് കാര്യമില്ല. കൈ കിട്ടിയില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് അവർക്ക് മനസ്സിലായി. ആ സമയത്ത് വേദയ്ക്ക് വേണ്ടിയിട്ട് വിക്രം എന്ത് ചെയ്യണം? മീനൊക്കെ ക്ലീൻ ചെയ്ത് അതിങ്ങനെ ചുടുവാണ്. ഒരു മുളം കമ്പയിൽ ഇങ്ങനെ കൊരുത്തിട്ട് തീ കത്തിക്കുവാണ്. തീ കത്തിച്ചിട്ട് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഗ്രില്ലടിക്കുന്ന പോലെ വിക്രം ചുട്ടെടുക്കുകയാണ്. ഇതൊക്കെ നോക്കി വേദ ഇങ്ങനെ ഇരിക്കുകയാണ്. വേദ ചോദിച്ചു, അല്ല ഇതൊക്കെ വശം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അതെ, ഇങ്ങനെയുള്ള സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പഠിച്ചു പോകും. ഇതിപ്പോൾ എല്ലാം വശം ഉണ്ടായിട്ടാണോ പഠിച്ചിട്ടാണോ നമ്മളിതൊക്കെ ചെയ്യണതെന്ന് ചോദിക്കണം. പിന്നീട് എന്ത് ചെയ്യണം? വേദയ്ക്ക് കുറച്ച് കൊടുക്കണം. വേദയ്ക്ക് എന്തോ ഭയങ്കര രുചി തോന്നി. കാരണം ഇതിനു മുമ്പ് ഇത്ര ടേസ്റ്റോടെ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് തോന്നുവാണ്. ഒന്നാമത്തെ കാര്യം വിശപ്പ്. പിന്നെ വിക്രം വേദയ്ക്ക് വേണ്ടി അത്ര സ്നേഹത്തോട് കൂടിയിട്ട് എത്ര കഷ്ടപ്പെട്ട് ആ മീനെയൊക്കെ പിടിച്ചാൽ വിക്രം മുളങ്കമ്പ് വെട്ടി കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തേ ഒരു അരുവിന്ന്.
അങ്ങനെ വേദയ്ക്ക് അത് കൊടുത്തും വേദയ്ക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. കാരണം 2 ദിവസം ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടും വേദയ്ക്കുണ്ടായിരുന്നു. പിന്നീട് വിക്രം ചോദിച്ചു, അല്ല നിനക്ക് കിടക്കണ്ടേന്ന് ചോദിക്കണം. കിടക്കണം എന്ന് പറയണം, ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി. വിക്രം പോയിട്ട് എന്ത് ചെയ്യണം, കുറേ പുല്ലിങ്ങനെ ചെത്തിക്കൊണ്ട് വരുവാണ്. അവിടെ തൊട്ടടുത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു. പുല്ലിങ്ങനെ എത്തിക്കൊണ്ട് വന്നു. കയ്യിലൊരു കത്തി ഉള്ളത് കൊണ്ട് ഭാഗ്യം. പുല്ല് എത്തിക്കൊണ്ട് വന്നിട്ട് വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഈ പാറപ്പുറത്ത് കിടന്ന ശീലമല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അപ്പം പാറപ്പുറത്ത് നിങ്ങൾ മെത്ത ഉണ്ടാക്കാൻ പോവാണെന്ന് ചോദിക്കണം. ഇതാണോ നിങ്ങളുടെ മെത്തേന്ന് ചോദിക്കണം. അല്ലടി, നിനക്ക് നല്ല സ്പ്രിംഗ് മാട്രസ് ഈ കാട്ടി ഞാൻ കൊണ്ടുതരാമെന്ന് പറയണം. എനിക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെയാണെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രഞ്ചു, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ, ഞാൻ ഈ പാറയിലൊക്കെ കിടന്നോളാം, നീ പിന്നെ ജഡ്ജിയമ്മാൻ്റെ മോളല്ലേ, നിനക്കൊന്നും വശമില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, എനിക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ പുല്ലൊക്കെ അവിടെ വിരിച്ചിട്ടു. ഈ സമയത്ത് കാട്ടിൽ നിന്നൊക്കെ ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വേദയ്ക്ക് ആ പട പേടിയായി തുടങ്ങി. വിക്രം പറഞ്ഞു, മിക്കവാറും നാളെ നേരം പുലരുമ്പോൾ നമ്മൾ കാണുമെന്ന് പോലും അറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് പേടിയായിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. വിക്രം ചോദിച്ചു, എന്താ? ഒന്നുമില്ല, കണ്ടില്ല ആനയുടെ അലർച്ച പോലെ അലർച്ച കേൾക്കുന്നത്, അതങ്ങനെയൊക്കെയാ, ആന കാണും, പുലി കാണും, കടുവ കാണും എന്നൊക്കെ പറയാണ്. മിക്കവാറും രാത്രി അത് പാത്തും പതുങ്ങി ഇങ്ങോട്ടേക്ക് വരും, നിന്നെ വന്ന് കടിച്ചു തൂക്കി എടുത്തുകൊണ്ടൊക്കെ പോകുന്നു പറഞ്ഞിട്ട് വിക്രം പേടിപ്പിക്കണം. പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വന്നു. വേദ വിക്രത്തിനെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ ഇങ്ങനെ ഒന്ന് തമാശയ്ക്ക് പോലും പറയല്ലെന്ന് പറയണം. തമാശയ്ക്ക് ആര് പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും വേദ വിക്രത്തിനെ ഒന്ന് നോക്കി. വിക്രത്തിന് ചിരി വരുന്നുണ്ടായിരുന്നു വേദയുടെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് വേദ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഇത് ഇങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കരുത്, എനിക്ക് പേടിയുള്ള ആളാണെന്നറിയാലോ. പേടിയുണ്ട്, ഇപ്പം എന്നെ ആയും പറ്റും, എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം വേദ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് തന്നോടുള്ള ഇഷ്ടം എന്താണെന്നുള്ള, അതുകൊണ്ടാണ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടി മീൻ പിടിച്ചതും അതുപോലെ തന്നെ കിടക്കാനായിട്ട് പാറപ്പുറത്ത് എങ്ങനെ കിടക്കണമെന്ന് ഓർത്തുകൊണ്ട് പുല്ലും കൊണ്ടൊരു മെത്ത പോലെ എല്ലാം സെറ്റ് ചെയ്ത് തന്നൊക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. പിന്നീട് വേദ പറഞ്ഞു, ഞാനിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഭഗവാനായിട്ട് കരുതിയിട്ടുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം. വിക്രം പറഞ്ഞു, ഇത് വേറൊന്നുമല്ല, ആ വാസവൻ തീരുമാനിച്ച കാര്യമാണെന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, വാസവൻ ആയിക്കോട്ടെ, എന്നാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായല്ലോ എന്ന് പറയണം. ഒരു പക്ഷേ ഇപ്പം വീട്ടിലുള്ളവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം. വിക്രം പറഞ്ഞു, അത് ശരിയാ, അമ്മയ്ക്ക് നല്ല വിഷമാവും, വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരിക്കും. വേദ പറഞ്ഞു, എന്നെക്കുറിച്ച് അവർക്കറിയായിരിക്കുമോ, ഞാൻ എവിടെ എന്താന്നൊക്കെ അവരും അന്വേഷിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം. വിക്രം പറഞ്ഞു, അല്ല നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമാവില്ലേ, പക്ഷെ നിന്റെ വീട്ടിൽ എപ്പോഴും അവർക്കും അറിയത്തില്ല എന്ന് തോന്നേ, അവർ വിചാരിച്ചുകൊണ്ടിരിക്കണേ വീട്ടിലുണ്ടെന്ന് കരുതിയിട്ടായിരിക്കണേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് വിഷമായി. ഒരു കണക്കിന് അറിയാത്ത നല്ലത്, അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല, അച്ഛനാണെങ്കിൽ അറ്റാക്കും കൂടെ വന്നിരിക്കുന്നതല്ലേ, ഇനിയിപ്പം നാളെ ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുമായിരിക്കുമല്ലേ വിക്രം എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണേന്ന് പറയണം, പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, നാളെ നേരം വെളുത്തു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, ഗുണ്ടാവിലാശം കൂട്ടും ഇവിടെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, ചിലപ്പോൾ അവർ പോയിട്ടുണ്ടായിരിക്കും, രാത്രിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയാണുമായിരിക്കും ഇവിടെ നിൽക്കാനായിട്ട്, വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുകയാണ്. വിക്രം പറഞ്ഞു, നീയും കൂടെ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയണം. പിന്നീട് വേദ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേനും വിക്രം ചോദിച്ചു, അല്ല നീ ഉറങ്ങണില്ലേന്ന് ചോദിക്കുക, കിടക്കുന്നില്ലേന്ന് ചോദിക്കുക, എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയണം. പിന്നീട് വിക്രം അവിടെ ഇങ്ങനെ ഇരുന്നു. വിക്രത്തിന് നല്ല ക്ഷീണം തോന്നി കഴിഞ്ഞപ്പോൾ വിക്രം പതുക്കെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. വേദ വിക്രത്തിൽ തന്നെ നോക്കിയിരുന്നു. ആദ്യം താനും വിക്രം കണ്ടുമുട്ടുന്നു, അതിനുശേഷം തൻ്റെ കഴുത്തിൽ വിക്രം ധാരിയാർത്തിയായ ആ കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുവാണ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്നൊരു അലർച്ച കേട്ടു. വേദം ഞെട്ടിപ്പോയി. വേദം ഓടിപ്പോയി വിക്രത്തിനെ കെട്ടിപ്പിടിക്കണം. വിക്രം ചാടി എഴുന്നേറ്റു. എന്താന്ന് ചോദിക്കണം. അത് പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ടെന്ന് പറയണം. ശബ്ദമോ? അതെ, എന്തോ ഒരു ശബ്ദം കേട്ടു, എനിക്ക് പേടിയായിട്ടാന്ന് പറയണം. വിക്രത്തിന് മനസ്സിലായി അവൾക്ക് നല്ല പേടിയായിട്ടുണ്ടെന്ന്. വിക്രം പിന്നീട് വേദയെ ചേർത്ത് പിടിച്ചു. പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കണം. വേദയ്ക്ക് അത് മാത്രം മതിയായിരുന്നു. കാരണം വിക്രത്തോട് ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയമൊക്കെ എവിടെയോ പോയതുപോലെ തോന്നുവാണ്. പിന്നീട് വിക്രം ചോദിച്ചു, തണുക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം. വിക്രം തന്നെ ജാക്കറ്റ് ഒരു വേദയ്ക്ക് കൊടുക്കണം. ഇത് ഇട്ടോളാൻ പറയണം. നല്ല തണുപ്പല്ലേ, കാടും കൂടെ അല്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നീട് പറഞ്ഞ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഉറങ്ങിക്കോ, ഞാൻ നിനക്ക് ഇവിടെ കാവലിരുന്നോളാന്ന് പറയണേ. അത് വേണ്ടാന്ന് പറയണം, ഉറങ്ങിക്കോ എന്ന് പറയണം. അങ്ങനെ വേദയെ ചേർത്ത് പിടിച്ചു. വേദ വിക്രത്തിൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് ഉറങ്ങുവാണ്. വിക്രത്തിൻ്റെ മനസ്സിലേക്കും പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം
വിക്രത്തിന് മനസ്സിലായി ഇവള് തൻ്റെ പെണ്ണാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ. അത് മാത്രമല്ല വേദയും വിക്രവും കൂടെ കൂടുതൽ അടുക്കാനായിട്ട് ആ ഒരു രാത്രി മാത്രം മതിയായിരുന്നു അവരെന്തായതെന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിയുമ്പോഴത്തേനും ഗുണ്ടാവിലാശം കൂട്ടം വന്ന് പിടിക്കുവാന്ന് അറിയത്തില്ല. പക്ഷേ അവർക്കൊന്നും പിടികൊടുക്കാതെ വേദയും വിക്രവും രക്ഷപ്പെട്ട് കാടിന് പുറത്ത് കിടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.